ആഴ്ചകൾക്ക് ശേഷമാണ് പ്ലസ് ടു അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സുമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നത്. ഇന്നിങ്ങനെ ഒരു ക്ലാസ്സിന് ഉണ്ടായ ഒരു പ്രത്യേക സാഹചര്യം, നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ജൂൺ 21 മുതലുള്ള വിവിധ ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് അറിയിച്ച പ്രകാരം നടക്കുകയാണ്. പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് കുറേ അധികം കുട്ടികൾ കുറച്ച് ആശങ്കയോട് കൂടിയിട്ട് പഠിച്ചതൊക്കെ മറന്നുപോയി, ലാബ് ചെയ്തിരുന്നു, ഒന്നും ഓർമ്മയിൽ വരുന്നില്ല, ഇനി സ്കൂളിൽ വന്ന് പ്രാക്ടിക്കൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ള തരത്തിലൊക്കെയുള്ള സംശയങ്ങളുമായി ആശങ്കകളുമായി കോണ്ടാക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യം, നമ്മൾ നിലവിൽ ലോക്ക്ഡൗണിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ സ്കൂളിൽ വന്ന് പ്രാക്ടിക്കൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സാഹചര്യം നമുക്കില്ല. അതുമാത്രമല്ല, നിയമപരമായിട്ട് അതിന് സ്കൂളുകൾക്ക് ലാബ് തുറന്നു കൊടുക്കാൻ ഇപ്പോൾ അനുവാദവും ഇല്ല. പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരീക്ഷ വളരെ ലഘൂകരിച്ച രീതിയിലാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം അതേ പാറ്റേണിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുക. അതോടൊപ്പം എങ്ങനെയാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടത്, എത്ര മാർക്കാണ് ഓരോ ഐറ്റത്തിനും നമുക്ക് കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആക്കി നിങ്ങൾക്ക് വേണ്ടി നൽകുകയാണ്. ഓക്കെ, നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒന്ന് എക്സാം പാറ്റേൺ ആണ്. എങ്ങനെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, പ്രാക്ടിക്കൽ എക്സാം കണ്ടക്ട് ചെയ്യുന്ന രീതി. 2 മോഡൽ ക്വസ്റ്റ്യൻസ്, നമ്മുടെ ഈ പ്രാക്ടിക്കൽ എക്സാം നടക്കാൻ പോകുന്ന അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ പ്രൊസീജിയർ, ഈ ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് നമ്മൾ പ്രൊസീജിയർ എഴുതേണ്ടത്, എന്താണ് ഇത് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇക്കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായിട്ട് എക്സാം പാറ്റേൺ നമുക്കൊന്ന് പരിചയപ്പെടണം. ഈ വർഷം പ്രത്യേക സാഹചര്യത്തിൽ എക്സാം പാറ്റേണിൽ മാറ്റമുണ്ട്. പ്രാക്ടിക്കൽ എക്സാമിനേഷനാണ്. നമ്മൾ ടോട്ടൽ സ്കോർ പ്രാക്ടിക്കലിന് അഥവാ പ്രാക്ടിക്കൽ ഇവാലുവേഷൻ എന്ന വിഭാഗത്തിലായി നമുക്ക് കിട്ടുന്നത് 40 മാർക്കാണ്, 40 സ്കോറാണ്. അതിൽ ഈ വർഷം നമുക്കുള്ളത് 6 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. ലിബർ ഓഫീസ് കാൽക്ക്, ലിബർ ഓഫീസ് ബേസ്, ജിനു കാത്ത എന്നീ 3 കാറ്റഗറിയിലായിട്ട് 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് സെലക്ട് എനി 2 ഓഫ് യുവർ ചോയ്സ്. നിങ്ങളുടെ ഇഷ്ടത്തിന് 2 തിരഞ്ഞെടുക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു റിലാക്സേഷനാണ് ഈ ഇഷ്ടമുള്ള 2 തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഓക്കെ, അങ്ങനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് റൈറ്റ് ദ പ്രൊസീജിയർ ഇൻ ദ ആൻസർ ഷീറ്റ് പ്രൊവൈഡഡ് ബൈ ദ എക്സാമിനർ. ഒരു എക്സ്റ്റേണൽ എക്സാമിനർ വന്നിട്ടുണ്ടാവും നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി. ആ എക്സാമിനർ നിങ്ങൾക്ക് നൽകുന്ന മെയിൻ ആൻസർ ഷീറ്റിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന, ഏറ്റവും എളുപ്പത്തിൽ പ്രൊസീജിയർ എഴുതാൻ കഴിയുന്ന, നിങ്ങൾക്ക് താല്പര്യമുള്ള 2 ആ 2 ക്വസ്റ്റ്യൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്കൊരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, ഈ പ്രാക്ടിക്കൽ ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. ദെൻ ഡു ദ വർക്ക് ഇൻ അലോട്ടഡ് കമ്പ്യൂട്ടർ ആൻഡ് ഷോ ദ ഔട്ട്പുട്ട്. പ്രൊസീജിയർ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ എന്ത് ചെയ്യാം, നിങ്ങൾ ആ 2 പ്രാക്ടിക്കൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് എക്സാമിനർക്ക് കാണിച്ചു കൊടുക്കണം. പ്രൊസീജിയർ എഴുതി കഴിഞ്ഞ് ആ പേപ്പറിൽ ഔട്ട്പുട്ട് എഴുതണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഔട്ട്പുട്ട് എക്സാമിനർക്ക് കാണിച്ചു കൊടുത്താൽ മതിയാവും. ദെൻ അറ്റൻഡ് ദ വൈവ. എക്സാമിനേഷൻ്റെ ഭാഗമാണ് വൈവ. വൈവ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആൻസറിങ് സെഷനാണ്. എക്സാമിനർ നിങ്ങളോട് അക്കൗണ്ടൻസി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചേക്കാം. ആ ക്വസ്റ്റ്യൻസിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാം. ഇതാണ് എക്സാം പാറ്റേൺ. അഥവാ റൈറ്റ് ദ പ്രൊസീജിയർ, അറ്റൻഡ് എനി 2 ക്വസ്റ്റ്യൻസ്, ഷോ ദ ഔട്ട്പുട്ട്, അറ്റൻഡ് ദ വൈവ. ഓക്കെ, ദെൻ നമുക്കിതിൻ്റെ സ്കോർ സ്പ്ലിറ്റപ്പ് ഒന്ന് നോക്കണം. പ്രൊസീജിയറിന് 10 മാർക്കാണ്. 2 ക്വസ്റ്റ്യനാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ 2 ക്വസ്റ്റ്യൻ്റെയും പ്രൊസീജിയർ എഴുതുന്നതിന് 10 മാർക്ക് വീതം, അഥവാ ടോട്ടൽ 20 മാർക്ക്.
ദെൻ ഔട്ട്പുട്ടിന് 6 മാർക്ക് വീതമാണ്, അഥവാ 2 ക്വസ്റ്റ്യൻ 6 മാർക്ക് വീതം എന്ന് പറയുമ്പോൾ 12 മാർക്കായി. അപ്പോൾ ടോട്ടൽ 32 മാർക്കായി. പിന്നെ ബാലൻസ് 8 മാർക്കുണ്ട്. ആ 8 മാർക്കിൽ 4 മാർക്ക് റെക്കോർഡിനും 4 മാർക്ക് വൈവക്കുമാണ്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ പ്രൊസീജിയറാണ്, ദെൻ ഔട്ട്പുട്ടാണ്, ദെൻ റെക്കോർഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് കുറയും. അതുപോലെ വൈവ കറക്റ്റ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അഥവാ കൃത്യമായ ആൻസർ ചെയ്തില്ലെങ്കിലും അതിനനുസരിച്ച് മാർക്ക് കുറയാം. എന്നാൽ പോലും നമുക്ക് പറയാൻ പറ്റും, നന്നായി അറ്റൻഡ് ചെയ്യുന്ന ഏകദേശം ഒരു 100% പെർഫെക്ഷൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ അഥവാ വാങ്ങിക്കാൻ കഴിയും. അപ്പോൾ അതിനു വേണ്ടിയുള്ള മോഡൽ ക്വസ്റ്റ്യൻസാണ് നമ്മളെ വീഡിയോ ഈ ക്ലാസ്സിലുള്ളത്. അത് നിർബന്ധമായിട്ടും പ്രൊസീജിയർ എഴുതാൻ പഠിക്കുക. നമ്മൾ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്ന അതേ രൂപത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റെക്കോർഡിലുള്ള അതേ രൂപത്തിൽ തന്നെ പ്രസൻറ്റ് ചെയ്യണമെന്നില്ല, മറിച്ച് ആ വർക്ക് നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതിൻ്റെ പ്രൊസീജിയറാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊസീജിയർ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ എക്സാമിനറുടെ അനുവാദത്തോടു കൂടി സിസ്റ്റം ഓൺ ചെയ്ത് സെൽ അഡ്രസ്സുകളൊക്കെ നോക്കി എടുക്കുന്നതിന് തടസ്സമുണ്ടാവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആദ്യം നമ്മൾ പഠിക്കുന്നത് കൗണ്ട്, കൗണ്ട, കൗണ്ട് ബ്ലാങ്ക്, കൗണ്ട് ഇഫ്. ലിബർ ഓഫീസ് കാൽക്കിലെ 4 ഫങ്ഷൻസ് ആണ്. നമുക്കതിൻ്റെ ഒരു മോഡൽ ഈ കൗണ്ട്, കൗണ്ട, കൗണ്ട് ബ്ലാങ്ക്, കൗണ്ട് ഇഫ് ഈ 4 ഫങ്ഷനും ഉൾപ്പെടുത്തിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. Enter the following details exactly as given below and answer the following questions using appropriate calc functions. കാൽക്ക് നമുക്കറിയാം സ്പ്രെഡ്ഷീറ്റ് ആണ്. ആ സ്പ്രെഡ്ഷീറ്റിലെ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഇതേ രീതിയിൽ ഉള്ള ഈ കുറച്ച് ഡാറ്റകൾ എൻ്റർ ചെയ്യാം. ദെൻ ക്വസ്റ്റ്യൻസ് വായിക്കുക. ഹൗ മെനി സെൽസ് കണ്ടെയ്നിങ് നമ്പേഴ്സ് ഓൺലി, എത്ര സെല്ലിൽ നമ്പർ ഉണ്ട്. കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് എനി വാല്യൂ, ഏതെങ്കിലും തരത്തിലുള്ള വാല്യൂ, ന്യൂമറിക്കോ അല്ലെങ്കിൽ ടെക്സ്റ്റോ ആയിട്ടുള്ള ഏതെങ്കിലും വാല്യൂ ഉള്ള സെല്ലുകൾ എത്രയുണ്ട്. കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് ദ വാല്യൂ എക്സീഡിങ് ₹500, 500 രൂപയിൽ കൂടുതൽ എമൗണ്ട് രേഖപ്പെടുത്തിയ സെല്ലുകളുടെ എണ്ണം എത്രയാണ്. കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് വിച്ച് ആർ എംപ്റ്റി, ഒഴിഞ്ഞു കിടക്കുന്ന സെല്ലുകൾ എത്രയാണ്. കാൽക്ക് ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ട് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തണം. ആ കൗണ്ട് എത്രയാണെന്ന് പറയണം. ഓക്കെ, ദെൻ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് എന്താ, പ്രൊസീജിയർ എഴുതണം. പ്രൊസീജിയർ എഴുതുന്ന രീതി നമുക്കറിയാം. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന രീതിയിൽ എഴുതണം. കാൽക്കിലെ ഏതൊരു പ്രൊസീജിയർ എഴുതുന്ന സമയത്തും ആദ്യ 2 സ്റ്റെപ്പുകൾ സെയിം ആയിട്ട് നമുക്ക് ഏകദേശം എഴുതാൻ പറ്റും. ആദ്യ സ്റ്റെപ്പ് സെയിം ആണ്. ഓപ്പൺ എ ബ്ലാങ്ക് വർക്ക്ഷീറ്റ് ഇൻ ലിബർ ഓഫീസ് കാൽക്ക്. ഈ ഒരു പ്രാക്ടിക്കൽ ചെയ്യാൻ നമ്മുടെ ആദ്യ സ്റ്റെപ്പ് എന്താണ്, ലിബർ ഓഫീസ് കാൽക്കിലെ ഒരു ഫയല്, ഒരു ബ്ലാങ്ക് വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുക. അതിനെന്താ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻസ്, ഡെസ്ക്ടോപ്പിലെ ആപ്ലിക്കേഷൻസിൽ പോയി അവിടെ നിന്ന് ഓഫീസ് സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ലിബർ ഓഫീസ് കാൽക്ക് സെലക്ട് ചെയ്യുക. ദെൻ സ്റ്റെപ്പ് 2, എൻ്റർ ദ വാല്യൂസ് ഇൻ ദ ടേബിൾ എക്സാക്ട്ലി ആസ് ഇൻ ദ ടേബിൾ ഇൻ ദ റേഞ്ച് A1 to E2. A1 മുതൽ E2 വരെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഈ വാല്യൂസ് എൻ്റർ ചെയ്യുക. ദെൻ സ്റ്റെപ്പ് 3, എൻ്റർ ദ ഫോളോയിങ് ലേബൽസ് ആസ് ഗിവൺ ബിലോ. G1ൽ ഇവിടെ ഈ കഴിഞ്ഞിട്ടുള്ള G1ൽ നമ്മൾ ഒരു ഹെഡിങ് കൊടുക്കുക, നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് നമ്പേഴ്സ് ഓൺലി. ദെൻ G2ൽ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് എനി വാല്യൂ. G3ൽ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് വാല്യൂ എക്സീഡിങ് ₹500. ദെൻ G4ൽ നമ്പർ ഓഫ് എംപ്റ്റി സെൽസ്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്, എൻ്റർ ദ ഫോളോയിങ് ഫോർമുല ഇൻ ഡിഫറെൻറ്റ് സെൽസ് ആസ് ഗിവൺ ബിലോ. ദെൻ നമ്മൾ ആ ഓരോ ഹെഡിങ്ങിനും നേരെ ആ സെല്ലിൽ H1 എന്ന സെല്ലിൽ കൗണ്ട് എന്ന ഫങ്ഷൻ ഉപയോഗിക്കുക. ദെൻ H2ൽ ഈക്വൽ ടു കൗണ്ട A1 കോളൻ E2. ദെൻ H3ൽ ഈക്വൽ ടു കൗണ്ട് ഇഫ് A1 കോളൻ E2 ഡബിൾ കോട്ടിൽ ഗ്രേറ്റർ ദാൻ 500. ദെൻ H4ൽ ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് A1 കോളൻ E2. ഇത് ഓരോന്നും എന്തിനുള്ളതാണെന്ന് നമ്മൾ ഈ പ്രാക്ടിക്കൽ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ ആൻസർ ഷീറ്റിൽ ഔട്ട്പുട്ട് വരഞ്ഞു വെക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ ചില ടീച്ചേഴ്സ് പറഞ്ഞേക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ വളരെ ചെറുതാക്കിയിട്ട് എന്ത് ചെയ്യാം, ഈ ഔട്ട്പുട്ട് പ്രൊസീജിയറൊക്കെ ചെയ്ത്
റിസൾട്ട് കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതേ ഉള്ളൂ. നിർബന്ധമുള്ള കാര്യമല്ല, പ്രൊസീജിയർ മാത്രം എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ദെൻ നമുക്ക് ഈ പ്രാക്ടിക്കൽ ചെയ്യാം. ഓക്കെ, എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് സ്റ്റെപ്പ് 1 ആയിട്ട് നമ്മൾ പഠിച്ചത് എന്താ? ലിബർ ഓഫീസ് കാൽക്ക് സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? ഇവിടെ ഉബുണ്ടു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിൽ ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്യുക. ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓഫീസ് എന്ന ടാബിൽ ഇവിടെ ലിബർ ഓഫീസ് കാൽക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ലിബർ ഓഫീസ് കാൽക്ക് ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊസീജിയറിൽ എഴുതിയതുപോലെ തന്നെ ആദ്യം A1 മുതൽ E2 വരെയുള്ള സെല്ലിൽ നമ്മൾ ആവശ്യമായ ഈ ക്വസ്റ്റ്യനിലുള്ള ഡാറ്റ എൻ്റർ ചെയ്യുന്നു. അതുകൂടാതെ G1, G2, G3, G4 തുടങ്ങിയ സെല്ലുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, എൻ്റർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫംഗ്ഷൻ കൊടുക്കണം. ഓക്കെ, നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത് നമ്പേഴ്സ് മാത്രമുള്ള സെല്ലുകളുടെ എണ്ണമാണ് ഇവിടുന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഈക്വൽ ടു കൗണ്ട് എന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. നമ്പേഴ്സ് എത്രയുണ്ട്, നമ്മുടെ ഡാറ്റ എൻ്റർ ചെയ്തതിൽ നമ്പേഴ്സ് എത്രയുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ, എന്ന് കൗണ്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് കൗണ്ട് ഫംഗ്ഷൻ. ഈക്വൽ ടു വെച്ചിട്ടാണ് ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈക്വൽ ടു ഇല്ലാതെ ഒരു ഫംഗ്ഷനും വർക്കാവുന്നതല്ല. ഓക്കെ, ഈക്വൽ ടു കൗണ്ട്. ശേഷം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കുന്നു. ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഏത് മുതൽ ഏത് വരെയുള്ള സെല്ലുകളാണ് വേണ്ടത് കൗണ്ട് ചെയ്യേണ്ടത്? A1 മുതൽ E2 വരെയുള്ള സെല്ലുകളാണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? A1 E2 ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് നമ്പേഴ്സിൻ്റെ എണ്ണം കിട്ടുന്നു. നമ്പേഴ്സ് എത്രയുണ്ട്? 1, 2, 3, 4. നമുക്കിവിടെ കുറച്ച് ഡാറ്റയേ ഉള്ളൂ. ഈ സെല്ലുകളിൽ മുഴുവൻ ഡാറ്റകൾ ഉണ്ടെങ്കിൽ എണ്ണിയെടുക്കുന്നത് എളുപ്പമല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് എത്ര സെല്ലുകളിൽ നമ്പർ ഉണ്ടെന്ന് കണ്ടെത്താം. ദെൻ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് എനി വാല്യൂ. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ കൗണ്ട ഫംഗ്ഷനാണ്, കൗണ്ട് എ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈക്വൽ ടു ടൈപ്പ് ചെയ്യുക. ദെൻ കൗണ്ട എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കൗണ്ട് ചെയ്യേണ്ട സെല്ലുകളുടെ റേഞ്ച് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. നമുക്ക് ടൈപ്പ് ചെയ്യാം അല്ലേ? A1 E2 ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ജസ്റ്റ് എൻ്റർ ചെയ്യുക. ദെൻ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് വാല്യൂ എക്സീഡിങ് ₹500. ഈ സെല്ലുകളിൽ 500 രൂപയിൽ കൂടുതൽ ഉള്ള സെല്ലുകളുടെ എണ്ണം എത്രയാണ്? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ കൗണ്ട് ഈഫ് ഫംഗ്ഷനാണ്. ഈക്വൽ ടു കൗണ്ട് ഈഫ് ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ റേഞ്ച് ഡിഫൈൻ ചെയ്യുന്നു. A1 E2 ദെൻ നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് പകരം കോമ കൊടുക്കണം. കോമ കൊടുത്തിട്ട് നമ്മൾ എന്താണോ നമ്മുടെ ക്രൈറ്റീരിയ, എന്താണ് കണ്ടീഷൻ, 500 രൂപയിൽ കൂടുതലുള്ളത്, ഡബിൾ കോട്ടിൽ എന്ത് ചെയ്യുക? ഗ്രേറ്റർ ദാൻ 500 ദെൻ ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന റിസൾട്ട് കിട്ടി. 500 രൂപയിൽ കൂടുതലുള്ള നമ്പേഴ്സ് എത്രയാണ്? 3 സെല്ലിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ കൗണ്ട് കിട്ടി. ദെൻ നമ്പർ ഓഫ് എംപ്റ്റി സെൽസ്, ഇതിനുള്ള ഫംഗ്ഷനാണ് ഈക്വൽ ടു, നമുക്ക് വേണ്ട ഫംഗ്ഷൻ കൗണ്ട് ബ്ലാങ്ക് ആണ്. നമ്മൾ അത്രയും ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഡിസ്പ്ലേ കാണാം കൗണ്ട് ബ്ലാങ്ക്. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, ക്ലോസ് ചെയ്യണം. അത് നമ്മൾ ചെയ്യുന്നതിന് പകരം ഇവിടെ ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു ഓപ്പൺ ബ്രാക്കറ്റും ഒരു ക്ലോസ് ബ്രാക്കറ്റും കിട്ടിയിട്ടുണ്ട്. അതിൽ ഈ റേഞ്ച് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേ ഫംഗ്ഷൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് എംപ്റ്റി സെൽസ് 3 അല്ലേ, 3 എന്നുള്ള അക്കൗണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു മോഡൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഈ മോഡലിലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കുക. അപ്പോൾ ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, ദെൻ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. മോഡൽ ക്വസ്റ്റ്യൻസിൽ രണ്ടാമത്തേതാണ് സം ഇഫ്. സം എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ തിയറി സെക്ഷനിൽ പഠിച്ചതാണ്. സമ്മും സം ഇഫും പഠിച്ചിട്ടുണ്ട്. സം ടോട്ടൽ ചെയ്യാനുള്ളതാണ്. സം ഇഫ് ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് കുറച്ച് വാല്യൂസിനെ ടോട്ടൽ ചെയ്തെടുക്കാനുള്ളതാണ്.
അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എൻ്റർ ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഇൻ സ്പ്രെഡ്ഷീറ്റ് ഫയൽ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫങ്ഷൻസ്. ഒരു ലിബർ ഓഫീസ് കാൽക്കിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്ത് ഇവിടെ പറഞ്ഞുള്ള ഇത്രയും ഡാറ്റ, എംപ്ലോയി നെയിം, ഡെസിഗ്നേഷൻ, മന്ത്ലി സാലറി, കുറച്ച് ഒരു 4-5 എംപ്ലോയീസ് ഉണ്ട്. അവരുടെ ഡെസിഗ്നേഷൻ, അവരുടെ പോസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ സാലറി ഉണ്ട് അല്ലേ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടോട്ടൽ മന്ത്ലി സാലറി. അതുപോലെ മന്ത്ലി സാലറി പെയ്ഡ് ടു സെയിൽസ്മാന് വേണ്ടി മാത്രം കൊടുത്ത സാലറിയുടെ ടോട്ടൽ എങ്ങനെ ചെയ്യാം? നമുക്ക് ആദ്യം പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. പ്രൊസീജിയർ എഴുതി പഠിക്കാം. ഒന്ന്, നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായാലും സെയിം ആണ്. ഓപ്പൺ എ ബ്ലാങ്ക് വർക്ക്ഷീറ്റ് ഇൻ ലിബർ ഓഫീസ് കാൽക്ക്, ആപ്ലിക്കേഷൻസ്, ഓഫീസ്, ലിബർ ഓഫീസ് കാൽക്ക്. ദെൻ സ്റ്റെപ്പ് 2, എൻ്റർ ദ ടേബിൾ ഹെഡിങ്സ് ആസ് ഗിവൺ ബിലോ. താഴെ പറഞ്ഞുള്ള രീതിയിൽ ടേബിൾ ഹെഡിങ്ങുകൾ എഴുതുക. A1 എംപ്ലോയി നെയിം, B1 ഡെസിഗ്നേഷൻ, C1 മന്ത്ലി സാലറി. Then step 3, enter the data given in the question in the range A2:A6. A2 മുതൽ A6 വരെയുള്ള റേഞ്ചിൽ ഇവരുടെ പേര്, ഡെസിഗ്നേഷൻ, സാലറി എല്ലാം കൃത്യമായി രേഖപ്പെടുത്തുക. Then step 4, enter the following labels in different cells as given below. ലേബൽ എന്ന് പറഞ്ഞാൽ ഹെഡിങ് ആണ്. E2 എന്ന് പറയുന്ന സെല്ലിൽ ടോട്ടൽ മന്ത്ലി സാലറി എഴുതുക. E3 ടോട്ടൽ സാലറി പെയ്ഡ് ടു സെയിൽസ്മാൻ എന്ന് എഴുതുക. ദെൻ സ്റ്റെപ്പ് 5, എൻ്റർ ദ ഫോളോയിങ് ഫോർമുല ആസ് ഗിവൺ ബിലോ. H2 ടോട്ടൽ സാലറി എന്ന് എഴുതിയ സെല്ലിൻ്റെ നേരെ തൊട്ടടുത്ത സെല്ലിൽ H2 ഈക്വൽ ടു സം, എന്നിട്ട് നമ്മൾ ആ എമൗണ്ടുകൾ എഴുതിയ സെല്ലിൻ്റെ റേഞ്ചിനെ സെലക്ട് ചെയ്യുക, C2 മുതൽ C6 വരെ, അല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ H3 ഈക്വൽ ടു സം ഇഫ് B2:B6, ഡബിൾ കോട്ടിൽ സെയിൽസ്മാൻ, C2 to C6. നമ്മൾ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് ടു സെയിൽസ്മാൻ. ഓക്കെ, നമുക്കത് പ്രാക്ടിക്കലായിട്ട് നോക്കാം. പറഞ്ഞതുപോലെ ആ സ്റ്റെപ്പുകളിൽ എന്താണ് ചെയ്തത്? ആദ്യം ലിബർ ഓഫീസ് കാൽക്ക് ഫയൽ ഓപ്പൺ ചെയ്യാം. അതിന് വീണ്ടും പറയേണ്ട കാര്യമില്ല. ആപ്ലിക്കേഷൻസിൽ, ഓഫീസിൽ, ലിബർ ഓഫീസ് കാൽക്ക് അങ്ങനെ ഓപ്പൺ ചെയ്ത് കിട്ടിയ ലിബർ ഓഫീസ് കാൽക്ക് ഫയലിൽ നമ്മൾ ആ സ്റ്റെപ്സിൽ പറഞ്ഞ പോലെ A1 എംപ്ലോയി നെയിം എന്ന് ടൈപ്പ് ചെയ്യുക, B1 ഡെസിഗ്നേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക, C1 മന്ത്ലി സാലറി എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ഡാറ്റ ഈ A2 മുതൽ C6 വരെയുള്ള സെല്ലിലായിട്ട് അറേഞ്ച് ചെയ്യാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? E2 എന്ന് പറയുന്ന സെല്ലിൽ ടോട്ടൽ മന്ത്ലി സാലറി എന്ന് ടൈപ്പ് ചെയ്യുക. ടോട്ടൽ മന്ത്ലി സാലറി എത്രയെന്ന് എങ്ങനെ കാണാം? അതിനുപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഈക്വൽ ടു SUM. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏത് മുതൽ ഏത് വരെയുള്ള സെല്ലിലെ നമ്പറുകളുടെ ടോട്ടലാണ് വേണ്ടത്. ഏതൊക്കെയാണ് വേണ്ടത്? ഇവിടെ C2 മുതൽ അല്ലേ, C2 മുതൽ പിന്നെ ഏതാ വേണ്ടത്? ഏത് വരെയുള്ളതാണ്? C6 വരെയുള്ള സെല്ലുകളിലെ നമ്പറാണ് വേണ്ടത്. ദെൻ നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, അതിനുശേഷം എൻ്റർ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് ഫംഗ്ഷനും ഇക്വേഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ ടു സൈൻ ഉപയോഗിച്ചിട്ടാണ്. ഈക്വൽ ടു ഇല്ലെങ്കിൽ നമുക്കത് റിസൾട്ട് കിട്ടില്ല, അത് പ്രത്യേകം ഓർക്കുക. ദെൻ നമുക്ക് മന്ത്ലി സാലറി പെയ്ഡ് ടു സെയിൽസ്മാൻ വേണം. നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെ സെയിൽസ്മാനിന് മാത്രം കൊടുത്ത മന്ത്ലി സാലറി കാണാം? അതിനാണ് നമ്മൾ സം ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈക്വൽ ടു സം ഇഫ്, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സം ഇഫിന് നമ്മൾ എന്തിൻ്റെ ടോട്ടലാണ് വേണ്ടത്? സെയിൽസ്മാൻ്റെ സാലറിയുടെ ടോട്ടലാണ് വേണ്ടത്. അഥവാ ഡെസിഗ്നേഷൻ അല്ലേ, ഡെസിഗ്നേഷൻ സെയിൽസ്മാൻ ആണോ എന്ന് നോക്കണം. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൽ ആ കണ്ടീഷനുള്ള എമൗണ്ടിൻ്റെ ടോട്ടൽ വേണം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ B2 മുതൽ B6 വരെയുള്ള റേഞ്ച് കൊടുക്കണം അല്ലേ. ബ്രാക്കറ്റിൽ B2:B6 എന്ന് ടൈപ്പ് ചെയ്ത് ഇനി എന്താ ചെയ്യേണ്ടത്? കോമ കൊടുത്തതിന് ശേഷം ഡബിൾ കോട്ടിൽ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് അതേപോലെ സെയിൽസ്മാൻ, ആ സ്പെല്ലിംഗ് ഒന്നും മാറിപ്പോകരുത്, അപ്പോൾ ആൻസർ കിട്ടൂല. സെയിൽസ്മാൻ എന്ന് ടൈപ്പ് ചെയ്ത് ഡബിൾ കോട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു കോമ കൊടുത്തിട്ട് നമ്മൾ എന്ത് വേണം? എമൗണ്ട് കിടക്കുന്ന ഈ റേഞ്ച് ഒന്ന് ഡിഫൈൻ ചെയ്യണം. അഥവാ C2:C6 എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം?
ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നു അല്ലേ. സെയിൽസ്മാന് മാത്രം കൊടുത്ത സാലറി 30,000 പ്ലസ് 26,000 പ്ലസ് 24,000 ഈക്വൽ ടു 80,000. ഇതാണ് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ മോഡലാണ്. നമുക്ക് പ്രാക്ടിക്കലിന് ചെയ്യാൻ ഈ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ദെൻ മോഡൽ ക്വസ്റ്റ്യൻ നമ്പർ 3, ഒരു പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഏകദേശം ഈ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും പബ്ലിക് എക്സാമിന് വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. പ്രിപ്പയർ എ പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഇവിടെ കുറച്ച് എംപ്ലോയീസിൻ്റെ പേരുണ്ട്. അനിൽ, സലീം, ജോൺ, സെലിൻ, ദീപ്തി. അവരുടെ ബേസിക് പേ ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. DA 20% ഓഫ് ബേസിക് പേ, HRA 5% ഓഫ് ബേസിക് പേ, ഡിഡക്ഷൻസ് PF 3% ഓഫ് ബേസിക് പേ, ദെൻ TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് 5% ഓഫ് ഗ്രോസ് പേ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ ഈ ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം അല്ലേ. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യേണ്ടത്? ഒരു എംപ്ലോയിയുടെ സാലറി എന്ന് പറഞ്ഞാൽ 2 പാർട്ടുണ്ട്. ബേസിക് പേ പ്ലസ് അലവൻസസ്, ദെൻ കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട്. ബേസിക് പേ പ്ലസ് അലവൻസസ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് പേ അല്ലെങ്കിൽ ഗ്രോസ് സാലറി എന്ന് പറയും. അതിൽ നിന്ന് ടോട്ടൽ ഡിഡക്ഷൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാലറിയാണ് നെറ്റ് പേ അല്ലെങ്കിൽ നെറ്റ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തിൻ്റെ സ്റ്റെപ്സ് എന്താണ്? നമ്മൾ ഓരോന്നായി നമുക്ക് ആവശ്യമുള്ള ഡാറ്റകൾ എൻ്റർ ചെയ്യാണ്. ആദ്യം ലിബർ ഓഫീസ് കാൽക്കിൽ ഒരു വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നു. ദെൻ ഹെഡിങ്ങുകൾ കൊടുക്കുന്നു. എംപ്ലോയി നെയിം, ബേസിക് പേ, DA, HRA, ഗ്രോസ് സാലറി, PF, TDS, ടോട്ടൽ ഡിഡക്ഷൻ, നെറ്റ് സാലറി. ദെൻ എൻ്റർ ദ നെയിംസ് ആൻഡ് ബേസിക് പേ ഓഫ് എംപ്ലോയീസ് ഇൻ ദ റേഞ്ച് A2 to B6. A2 മുതൽ B6 വരെയുള്ള ആ റേഞ്ചിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എംപ്ലോയീസിൻ്റെ പേരും അവരുടെ ബേസിക് പേയും എൻ്റർ ചെയ്യാം. ദെൻ സ്റ്റെപ്പ് 4, എൻ്റർ ദ ഫോളോയിങ് ഫോർമുല ഇൻ ഡിഫറെൻറ്റ് സെൽസ് ആസ് ഗിവൺ ബിലോ. ഫോർമുലകൾ എൻ്റർ ചെയ്യുക. C2-ൽ, D2-ൽ, E2-ൽ, അങ്ങനെ ഓരോന്നിനും ആവശ്യമായ ഫോർമുലകൾ എൻ്റർ ചെയ്യുക. നമുക്കിത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കേണ്ടവർ എഴുതിയെടുക്കണം, എന്നിട്ട് വായിച്ച് മനസ്സിലാക്കുക. ദെൻ സ്റ്റെപ്പ് 5, ഡ്രാഗ് ഡൗൺ ടു കോപ്പി ദ ഫോർമുല എൻ്റേർഡ് ഇൻ ഈച്ച് സെൽ. ഓരോ സെല്ലിലും നമ്മൾ ഫോർമുല എൻ്റർ ചെയ്തിട്ടുണ്ട്. ആ താഴെയുള്ള സെല്ലുകളിലേക്ക് അതിനെ ഡ്രാഗ് ചെയ്ത് കോപ്പി ചെയ്യുക. സിമ്പിളാണ്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഈ രീതിയിൽ നോക്കുക. എംപ്ലോയി നെയിം, ബേസിക് പേ, DA, HRA. ബേസിക് പേയും DAയും HRAയും കൂട്ടിയത് ഗ്രോസ് പേ. ദെൻ ഡിഡക്ഷൻസ് ആണ് PFും TDSും. ടോട്ടൽ ഡിഡക്ഷൻ ഇതിൻ്റെ ടോട്ടലാണ്. ദെൻ നെറ്റ് സാലറി എന്ന് പറഞ്ഞാൽ ഗ്രോസ് പേ മൈനസ് ടോട്ടൽ ഡിഡക്ഷൻസ്. നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം ലിബർ ഓഫീസ് കാൽക്ക് ഫയൽ ഓപ്പൺ ചെയ്യുക. A1 മുതൽ I1 വരെയുള്ള സെല്ലുകളിൽ ഈ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ബേസിക് പേ കൂടാതെ DA നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, HRA കാൽക്കുലേറ്റ് ചെയ്യണം, ഗ്രോസ് പേ കാൽക്കുലേറ്റ് ചെയ്യണം, PF കാൽക്കുലേറ്റ് ചെയ്യണം, TDS കാൽക്കുലേറ്റ് ചെയ്യണം, ടോട്ടൽ ഡിഡക്ഷൻസും നെറ്റ് സാലറിയും കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ എംപ്ലോയീസിൻ്റെ പേരും അവരുടെ ബേസിക് പേയും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം അനിൽ എന്ന് പറയുന്ന എംപ്ലോയിയുടെ, ആദ്യത്തെ എംപ്ലോയിയുടെ DA എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. DA 20% ആണ്, ബേസിക് പേൻ്റെ 20%. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇക്വേഷൻ കൊടുക്കുകയാണ്. ഈക്വൽ ടു വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എന്തിൻ്റെ DA ആണ് വേണ്ടത്? ബേസിക് പേൻ്റെ 20%. അപ്പോൾ ബേസിക് പേ എൻ്റർ ചെയ്താൽ ഈ സെൽ ഏതാ? B2 ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഇക്വേഷൻ B2 ഇൻറ്റു 20%. ജസ്റ്റ് എന്ത് ചെയ്യുക? എൻ്റർ ചെയ്യുക. ഇനി ഈ അനിൽ എന്ന് പറയുന്ന എംപ്ലോയിയുടെ HRA എത്രയാണ്? HRA 5% ഓഫ് ബേസിക് പേ ആണ്. നമ്മൾ എന്തായിരിക്കും ഇക്വേഷൻ കൊടുക്കേണ്ടത്? ഈക്വൽ ടു ബേസിക് പേ 30,000, ആ സെൽ ID ആണ് കൊടുക്കേണ്ടത്. B2 ഇൻറ്റു 5% എൻ്റർ ചെയ്യുക. 1,500 രൂപ HRA. ദെൻ ഗ്രോസ് പേ ഈക്വൽ ടു ബേസിക് പേ പ്ലസ് DA പ്ലസ് HRA. അപ്പോൾ നമ്മൾ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കാം? ഈക്വൽ ടു SUM. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. B2, C2, D2. ആ റേഞ്ച് ഡിഫൈൻ ചെയ്യുക. അഥവാ B2 കോളൻ D2. ജസ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ദെൻ ഇപ്പോൾ നമുക്ക് ബേസിക് പേ, DA, HRA, ഗ്രോസ് പേ ആയിട്ടുണ്ട്. ദെൻ PF
പി എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡിഡക്ഷനാണ്. പി എഫ് ബേസിക് പേൻ്റെ 3% ആണ് നമ്മൾ കൊടുക്കുക. ഈക്വൽ ടു ബേസിക് പേ കിടക്കുന്ന സെല്ല് B2 ആണ്. B2 ഇൻറ്റു 3% ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റർ ചെയ്യുക. ദെൻ TDS ആണ്. TDS എന്ന് പറഞ്ഞാൽ ബേസിക് പേൻ്റെ അല്ല, ഗ്രോസ് പേൻ്റെ 5% ആണ് TDS. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈക്വൽ ടു ഗ്രോസ് പേ ഇരിക്കുന്ന സെല്ല് ഏതാണ്? E2 ഇൻറ്റു 5% എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ ജസ്റ്റ് എൻ്റർ കൊടുക്കുക. ഇപ്പോൾ TDS ആയി. ദെൻ അടുത്ത കോളം നമുക്കറിയാം. അടുത്ത സെല്ലിൽ വരേണ്ടത് ടോട്ടൽ ഡിഡക്ഷൻ എത്രയാണ്? ടോട്ടൽ ഡിഡക്ഷൻ എത്ര ഉണ്ടാവും? PFും TDSും ആണ് ഇവിടുത്തെ ഡിഡക്ഷൻസ്. ഈക്വൽ ടു ഒന്നുകിൽ നമുക്ക് സം ഫംഗ്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് F2 + G2 എന്ന് കൊടുത്താലും മതി. ഈക്വൽ ടു SUM ജസ്റ്റ് ഇങ്ങനെ സെലക്ഷനായിട്ട് നമുക്ക് ചെയ്യാം. ടോട്ടൽ ഡിഡക്ഷൻ 2775 ആണ്. ദെൻ നെറ്റ് സാലറി, ഒരു എംപ്ലോയിക്ക് കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഗ്രോസ് പേ മൈനസ് ടോട്ടൽ ഡിഡക്ഷൻസ് ആണ്. അതായത് ഈക്വൽ ടു ടൈപ്പ് ചെയ്യുക. ഗ്രോസ് പേ കിടക്കുന്ന സെല്ല് E2 ആണ്. മൈനസ് ടോട്ടൽ ഡിഡക്ഷൻസ് ഉള്ളത് H2ലാണ്. H2 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെറ്റ് സാലറി കിട്ടി. നമ്മൾ ആ സ്റ്റെപ്സിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ കാൽക്കുലേഷൻസ് നടത്തിയ ഈ ഫോർമുല എൻ്റർ ചെയ്ത സെല്ലുകളെ താഴേക്ക് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഈ ഫോർമുല താഴേക്ക് സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. കറക്റ്റായിട്ട് നമുക്കതിൻ്റെ ആൻസർ അവിടെ ലഭ്യമാവുന്നു. ഇപ്പോൾ ഇടക്ക് കോൺസ്റ്റൻ്റ് എമൗണ്ടുകളൊന്നും ഇല്ലാത്തൊരു കേസിൽ നമുക്കിത് ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ടും എന്ത് ചെയ്യാം? ഡ്രാഗ് ചെയ്ത് ആൻസർ കോപ്പി ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ. നമുക്ക് വളരെ കോംപ്ലിക്കേഷനുള്ള പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനുള്ള സാധ്യത കുറവാണ്. ഈ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് അഡീഷണൽ ആയിട്ടൊരു കാര്യം കൂടി പറയാം. നമുക്കിതിൽ ഓരോ കോളത്തിൻ്റെയും ടോട്ടൽ പ്രത്യേകമായി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇതിനെ ഡ്രാഗ് ചെയ്യുക. എമൗണ്ടുള്ള കോളം ഡ്രാഗ് ചെയ്ത് ഒരു കോളം എക്സ്ട്രാ എടുത്ത് ഇവിടെ നമുക്ക് ഓട്ടോ സം ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെ നമുക്കിതിനെ സം ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ടോട്ടൽ അങ്ങനെ എടുക്കാം ആവശ്യമെങ്കിൽ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് മോഡൽ പ്രാക്ടിക്കൽ ബാർ ചാർട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ കോളം ചാർട്ട്, പൈ ചാർട്ട്, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചാർട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. ദ ഫോളോയിങ് ആർ ദ സെയിൽസ് റവന്യൂ ഓഫ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഓഫ് എ കമ്പനി. പ്രസൻറ്റ് ദിസ് ഡാറ്റ ഇൻ എ ബാർ ചാർട്ട്. ഒരു 4 വർഷത്തെ സെയിൽസ് ഡാറ്റയാണ് തന്നിട്ടുള്ളത്. സോപ്പ്, ടൂത്ത് പേസ്റ്റ് 2 പ്രോഡക്റ്റുകളാണ്. അതിൻ്റെ വാല്യൂ ഓരോ വർഷത്തെയും സെയിൽസ് വാല്യൂ തന്നിട്ടുണ്ട്. നമ്മളോട് ഇതൊരു ബാർ ചാർട്ടിൽ പ്രസൻറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ? ആദ്യം നമ്മൾ പ്രൊസീജിയർ എഴുതുക. പ്രൊസീജിയർ നിങ്ങളിത് നോക്കിയിട്ടൊന്ന് എഴുതിയെടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ റെക്കോർഡിലുണ്ടാവും, അത് നോക്കി പഠിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് കാൽക്കിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുമെന്ന് നോക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഏകദേശം ചെറിയ മാറ്റങ്ങളൊക്കെ ഈ ചാർട്ട് തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ ചെറിയ പിഴവുകൾ കൊണ്ടുവന്നാലും അതൊന്നും ആ ഒരു കാര്യമായിട്ട് നിങ്ങളെ ബാധിക്കില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റ ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇയർ, സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ഓരോ വർഷങ്ങളിലും നടന്ന സെയിൽസിൻ്റെ വാല്യൂ. നമുക്കിത് ഒരു ചാർട്ടിൽ പ്രസൻറ്റ് ചെയ്യാൻ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പ്രൊസീജിയർ എഴുതൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ചാർട്ട് നമുക്ക് വേഗം പ്രസൻറ്റ് ചെയ്യാം. ജസ്റ്റ് സെലക്ട് ചെയ്ത് ഇൻസെർട്ടിൽ പോയി ചാർട്ട് എടുത്ത് ചാർട്ടിൽ ഏത് ടൈപ്പ് ചാർട്ടാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഫിനിഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചുള്ള ഒരു ചാർട്ട് കിട്ടും. പക്ഷേ നമുക്ക് ആവശ്യമായ ചില മാറ്റങ്ങൾ ഇതിൽ വേണം. ഇതിൽ ചില മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രസൻറ്റ് ചെയ്താൽ പോരാ. എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ആവശ്യമുള്ള ഏരിയ സെലക്ട് ചെയ്ത് റേഞ്ച് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് എന്ന ടാബിൽ പോയി അവിടെ നിന്ന് ചാർട്ട് എന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ളൊരു ചാർട്ട് വിസാർഡ് കിട്ടും. ഈ ചാർട്ട് വിസാർഡിൽ 3-4 സ്റ്റെപ്സ് കാണാം. ഇതിൽ നമുക്ക് വേണ്ട ടൈപ്പ് ചാർട്ട് സെലക്ട് ചെയ്യാം. ഏത് ടൈപ്പാണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് നമുക്കിവിടെ വേണ്ടത് ബാർ ചാർട്ടാണ്. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റ റേഞ്ചിലേക്കാണ് പോകുന്നത്. റേഞ്ചിൽ മാറ്റമൊന്നും വരുത്തേണ്ട, നമ്മൾ ആൾറെഡി കറക്റ്റായിട്ട് അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഡാറ്റ സീരീസ് ഇൻ കോളംസ് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് റോ ആസ് ലേബൽ എന്നുകൂടി ടിക്ക് ചെയ്ത്
നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റ സീരീസ് കാണാം. നമുക്ക് 2 ടൈപ്പാണ്, സോപ്പും ടൂത്ത് പേസ്റ്റും. അവിടെ നമ്മൾ മാറ്റമൊന്നും വരുത്തണ്ട. ദെൻ ചാർട്ട് എലിമെൻറ്റ്സ് എന്ന അടുത്ത ടാബിൽ പോയി നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. സെയിൽസ് റിപ്പോർട്ട് എന്നൊരു ടൈറ്റിൽ കൊടുക്കാം. അതിനുശേഷം എക്സ് ആക്സിസിൽ പ്രോഡക്ട്സ് എന്ന് എഴുതുക. അതുപോലെ വൈ ആക്സിസിൽ സെയിൽസ് എന്ന വാല്യൂവും കൊടുത്തതിന് ശേഷം ഫിനിഷ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ടുള്ള നമ്മുടെ ചാർട്ട് ഇവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ ലിബർ ഓഫീസ് കാൽക്കിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് ഏറ്റവും എളുപ്പത്തിലുള്ളത് സെലക്ട് ചെയ്യാം. ദെൻ നമ്മൾ 5ാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫൈനൽ അക്കൗണ്ട്സ് ഫ്രം വൗച്ചർ എൻട്രി. ഇത് ജിനുകാത്ത അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലാണ് ചെയ്യുന്നത്. ജിനുകാത്ത ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണെന്ന് അറിയാം. അക്കൗണ്ടിങ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ട് അക്കൗണ്ടിങ് വർക്ക് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആണ് ജിനുകാത്ത. അപ്പോൾ അതിൽ നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൽ പഠിച്ച പ്രിൻസിപ്പിൾസും പ്രാക്ടീസസും ഒക്കെ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ അതിൽ ചെയ്യാൻ കഴിയുള്ളൂ. ട്രാൻസാക്ഷൻസ് നോക്കുക. ഒരു 7-8 ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത്രയും ട്രാൻസാക്ഷൻസ് ജിനുകാത്തയിൽ വൗച്ചർ എൻട്രി നടത്തുക അഥവാ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഈ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്തത് വെച്ചിട്ട് പ്രസൻറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ സ്റ്റെപ്സ് ഒന്ന് നോക്കുക, ആവശ്യമെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുക. സ്റ്റെപ്പ് 1 ഓപ്പൺ ജിനുകാത്ത. ദെൻ സ്റ്റെപ്പ് 2 ക്രിയേറ്റ് കമ്പനി ഇൻ ദ നെയിം ഓഫ് സത്യം ട്രേഡേഴ്സ് വിത്ത് നെസസറി ഡീറ്റെയിൽസ്. അതെങ്ങനെ ചെയ്യുന്നത്? ക്രിയേറ്റ് ഓർഗനൈസേഷൻ ആണ് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാബ്. ദെൻ അനലൈസ് ദ ട്രാൻസാക്ഷൻസ് ആൻഡ് ക്രിയേറ്റ് നെസസറി ലെഡ്ജർ അക്കൗണ്ട്സ്. നമുക്ക് ആവശ്യമായുള്ള അത്ര ലെഡ്ജർ അക്കൗണ്ടുകൾ തയ്യാറാക്കുക. എവിടെയാണ് തയ്യാറാക്കാനുള്ള ടാബ്? മാസ്റ്ററിലാണ്. അവിടെ ക്രിയേറ്റ് അക്കൗണ്ട് ഉപയോഗിക്കുക. ദെൻ നമ്മൾ തയ്യാറാക്കേണ്ട അക്കൗണ്ടുകളും ഉപയോഗിക്കുന്ന റെക്കോർഡ് ചെയ്യാനുള്ള വൗച്ചറുകളും ഏതൊക്കെയാണെന്ന് ഉൾപ്പെടുത്തിയ ഒരു ടേബിൾ അടുത്ത സ്റ്റെപ്പിൽ തയ്യാറാക്കുക. എൻ്റർ ദ ട്രാൻസാക്ഷൻസ് ത്രൂ അപ്രോപ്രിയേറ്റ് വൗച്ചേഴ്സ്. ഇവിടെയാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ വേണ്ടത്. ഏതൊക്കെ അക്കൗണ്ടുകൾ തയ്യാറാക്കണം, ഏതൊക്കെ അക്കൗണ്ടുകൾ ഡെബിറ്റ് ചെയ്യണം, ഏതൊക്കെ അക്കൗണ്ടുകൾ ക്രെഡിറ്റ് ചെയ്യണം, ഏത് വൗച്ചറാണ് ഈ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ബേസിക് നോളേജ്. 1/6/2016 ട്രാൻസാക്ഷൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. എമൗണ്ട് ഉണ്ടായിരിക്കും അല്ലേ? ബിസിനസ് ആരംഭിച്ചു. ഏത് വൗച്ചറിലാണ് ചെയ്യുക? റെസീപ്റ്റ് വൗച്ചറിലാണ്. കാരണം ബിസിനസ്സിലേക്ക് ക്യാഷ് വരികയാണ്. ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് നമുക്കറിയാം, ജനറൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ്റ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് 70,000 നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. ദെൻ ക്രെഡിറ്റ് അക്കൗണ്ട് ഏതാണ്? ക്യാപിറ്റൽ അക്കൗണ്ട്. ക്രെഡിറ്റ് എമൗണ്ട് 70,000. ആ രീതിയിൽ മുഴുവൻ ട്രാൻസാക്ഷൻസിൻ്റെയും ഒരു ടേബിൾ തയ്യാറാക്കുക. 3/6/2016 പർച്ചേസ്ഡ് മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. മെഷീനറി അക്കൗണ്ട് അപ്റ്റ് ടു ക്യാഷ് എന്നാണ് ജനറൽ എൻട്രി. അപ്പോൾ അത് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് വൗച്ചറിലാണ്. ക്യാഷ് പേയ്മെൻ്റ് ആണ്. മെഷീനറി വാങ്ങിയപ്പോൾ ക്യാഷ് പെയ്ഡ് ആണല്ലോ. ദെൻ പെയ്ഡ് റെൻറ്റ് പേയ്മെൻറ്റ് വൗച്ചറാണ് ഉപയോഗിക്കേണ്ടത്. റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക് നമ്മളത് ഉപയോഗിക്കുന്നത് ഏത് വൗച്ചറിലാണ് എൻ്റർ ചെയ്യുക? കോൺട്രാ വൗച്ചറിലാണ് എൻ്റർ ചെയ്യുക. കനറ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. കനറ ബാങ്കിലേക്കാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കനറ ബാങ്ക് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നു, ക്യാഷ് അക്കൗണ്ട് ഡിക്രീസ് ചെയ്യുന്നു. ദെൻ ക്യാഷ് പർച്ചേസസ് സാധനങ്ങൾ വാങ്ങിച്ചു, ഗുഡ്സ് വാങ്ങിച്ചു ബിസിനസ്സിലേക്ക്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന വൗച്ചർ, ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനുള്ള വൗച്ചറാണ് പർച്ചേസസ് വൗച്ചർ. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ദെൻ ക്യാഷ് സെയിൽസ് റെക്കോർഡ് ചെയ്യാനുള്ള വൗച്ചർ സെയിൽസ് വൗച്ചറാണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ ക്രെഡിറ്റ് സെയിൽസ് ടു രാജേഷിന് കടമായി വിറ്റു. പർച്ചേസും സെയിൽസും നമ്മൾ ക്യാഷിനാണെങ്കിലും ക്രെഡിറ്റാണെങ്കിലും ഒന്നുകിൽ പർച്ചേസ് വൗച്ചർ അല്ലെങ്കിൽ സെയിൽസ് വൗച്ചറാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ക്രെഡിറ്റ് സെയിൽസ് ആണ് അതിന് ഉപയോഗിക്കുന്ന വൗച്ചർ. സെയിൽസ് വൗച്ചറാണ്. രാജേഷ് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, സെയിൽസ് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ദെൻ സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കണം. അതിനുള്ള പാത്താണ് റിപ്പോർട്ട്. അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒരു കാര്യം ചെയ്യണം, അതിൻ്റെ ടു ഡേറ്റ്, ഫ്രം ഡേറ്റ് ഓട്ടോമാറ്റിക് അവിടെ ഉണ്ടാകും. ടു ഡേറ്റ് 30/6/2016 എന്ന് സെലക്ട് ചെയ്യണം. എന്നിട്ട് പ്രസ് വ്യൂ ബട്ടൺ. ഓക്കെ, ബാലൻസ് ഷീറ്റ് അതുപോലെ റിപ്പോർട്ടിലാണ് ബാലൻസ് ഷീറ്റ് ഉള്ളത്. അപ്പോൾ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ജിനുകാത്ത ഓപ്പൺ ചെയ്യണം. ജിനുകാത്ത ഓപ്പൺ ചെയ്യേണ്ട സ്റ്റെപ്പ് 1 എന്താ? ആപ്ലിക്കേഷൻസിൽ പോവുക, ഓഫീസിൽ പോവുക, ദെൻ ജിനുകാത്ത സെലക്ട് ചെയ്യുക. ഓക്കെ, ജിനുകാത്ത ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ളൊരു വിൻഡോ കിട്ടും. ഇതിൽ നമ്മൾ ആദ്യം ഈ മെനു ടാബിൽ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യുക.
ഓർഗനൈസേഷൻ നെയിമാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ പേരെന്താ? സത്യം ട്രേഡേഴ്സ് അല്ലേ? സത്യം ട്രേഡേഴ്സ് എന്നാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ പേര്. സത്യം ട്രേഡേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കേസാണ്. കേസിൽ ആസീസ് അപ്പർ കേസ് ലോവർ കേസ്, നമുക്ക് അത് ക്യാപിറ്റൽ ലെറ്റർ വേണം സ്മോൾ ലെറ്റർ വേണം എന്നൊക്കെ ഉള്ളതാണ്. അത് ഏതാ വേണ്ടിച്ചാൽ സെലക്ട് ചെയ്യുക. നമ്മുടെ ഓർഗനൈസേഷൻ പ്രോഫിറ്റ് മേക്കിംഗ് ആണ്, അതുകൊണ്ട് പ്രോഫിറ്റ് മേക്കിംഗ് സെലക്ട് ചെയ്യുക. ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് ഏതാണ് ഇവിടെ കൊടുക്കേണ്ടത്? ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 01/04/2016 എന്ന് നമുക്ക് കൊടുക്കാം. 31/3/2017. ദെൻ നമുക്ക് അക്കൗണ്ട്സ് ഓൺലി സെലക്ട് ചെയ്താൽ മതി. അത്രയും നമുക്കിപ്പോൾ പഠിക്കാനുള്ളൂ. ദെൻ പ്രൊസീഡ് കൊടുക്കുക. അവിടെ നമുക്ക് യൂസർ നെയിം എന്ത് ചെയ്യാം? ജസ്റ്റ് അഡ്മിൻ എന്ന രീതിയിൽ കൊടുത്തു പോവാം. എല്ലാം അഡ്മിൻ കൊടുക്കുകയാണ്. യൂസർ നെയിം പാസ്വേഡും ഒക്കെ ചെയ്യാൻ നിങ്ങൾ പഠിച്ചാണ് നേരത്തെ. യൂസർ നെയിമും പാസ്വേഡും സെക്യൂരിറ്റി ക്വസ്റ്റ്യനും അതുപോലെ സെക്യൂരിറ്റി ആൻസർ ടു ദ സെക്യൂരിറ്റി ക്വസ്റ്റ്യനും എല്ലാം തൽക്കാലം എല്ലാറ്റിനും അഡ്മിൻ എന്ന് തന്നെ കൊടുത്തു പോവാം. അതിനുശേഷം ക്രിയേറ്റ് ആൻഡ് ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ മറ്റു കുറേ ടാബുകൾ കൂടിയുള്ള ഒരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ആവശ്യമായ ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യണം. ഏതൊക്കെ ലെഡ്ജർ അക്കൗണ്ടുകൾ വേണം? നമുക്ക് ഏതെല്ലാം ട്രാൻസാക്ഷൻസ് ഉണ്ട്? നമുക്ക് നൽകിയിട്ടുള്ള മുഴുവൻ ട്രാൻസാക്ഷനും രേഖപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ടുകൾ തയ്യാറാക്കണം. അപ്പോൾ ആദ്യം മാസ്റ്ററിൽ പോയി ക്രിയേറ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഗ്രൂപ്പ് എടുക്കുക. നമ്മൾ ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത്. ക്യാപിറ്റൽ വരുന്ന ഗ്രൂപ്പ് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ നെയിം കൊടുക്കുക. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് നെയിം കൊടുത്ത് സേവ് ചെയ്യുക. ദെൻ ജസ്റ്റ് അടുത്തായി നമ്മൾ ക്യാഷ് അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കറൻറ്റ് അസറ്റിലാണ്. സബ് ഗ്രൂപ്പിൻ്റെ നെയിം ക്യാഷ് ആണ്. അക്കൗണ്ട് നെയിം ക്യാഷ് അക്കൗണ്ട് എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യുക. അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് മെഷീനറി ആണ് അല്ലേ? 3/6/2016 10,000 രൂപയുടെ മെഷീനറി വാങ്ങിച്ചു. അപ്പോൾ നമുക്കവിടെ മെഷീനറി എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് തയ്യാറാക്കേണ്ടതുണ്ട്. അത് വരുന്ന ഗ്രൂപ്പ് ഫിക്സഡ് അസറ്റ് എന്ന ഗ്രൂപ്പാണ്. മെഷീനറി വരുന്നത് ഫിക്സഡ് അസറ്റ് ഗ്രൂപ്പിലാണ്. സബ് ഗ്രൂപ്പ് പ്ലാന്റ് ആൻഡ് മെഷീനറി എടുക്കുക. അക്കൗണ്ട് നെയിം മെഷീനറി അക്കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സേവ് ചെയ്യുക. ദെൻ ആ ട്രാൻസാക്ഷനിൽ അടുത്ത അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. അത് വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നോക്കുക. നമുക്ക് ആവശ്യമായ ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക. 8-ാം തീയതിയിലെ ട്രാൻസാക്ഷൻ പെയ്ഡ് റെൻ്റ് ഓഫ് ബിൽഡിംഗ് ആണ്. അപ്പോൾ റെൻ്റ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും വേണം. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്തു. നമ്മൾ റെൻ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. റെൻ്റ് അക്കൗണ്ട് വരുന്ന ഗ്രൂപ്പ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതിന് സബ് ഗ്രൂപ്പില്ല. ജസ്റ്റ് നമ്മൾ റെൻ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് തയ്യാറാക്കുക. സേവ് ചെയ്യുക. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ 14-ാം തീയതി ക്യാഷ് ഡെപ്പോസിറ്റഡ് വിത്ത് കനറ ബാങ്ക് ആണ്. അവിടെ ക്യാഷ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ നമ്മൾ കനറ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇത് കറൻറ്റ് അസറ്റ് ഗ്രൂപ്പിലാണ്. സബ് ഗ്രൂപ്പ് ബാങ്ക് ആണ്. അക്കൗണ്ട് നെയിം നമുക്ക് കനറ ബാങ്ക് എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ ആ കനറ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം അടുത്ത ട്രാൻസാക്ഷൻ നമുക്ക് വരുന്നത് 22-ാം തീയതി പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. പർച്ചേസ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഗ്രൂപ്പ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന ഗ്രൂപ്പാണ്. സബ് ഗ്രൂപ്പ് നണ്ണാണ്. അതിൽ സബ് ഗ്രൂപ്പില്ല. ദെൻ നമുക്ക് പർച്ചേസസ് അക്കൗണ്ട് എന്ന പേരിൽ ഒരു അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പർച്ചേസസ് അക്കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? എൻ്റർ ചെയ്ത് സേവ് ചെയ്യാം. ദെൻ അവിടെ ക്യാഷ് അക്കൗണ്ട് നമ്മൾ ആൾറെഡി ക്രിയേറ്റഡ് ആണ്. വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ ഏതാണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുക. 28-ാം തീയതി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ് അല്ലേ? അവിടുത്തെ അക്കൗണ്ട് നമുക്ക് വേണ്ടത് സെയിൽസ് അക്കൗണ്ടാണ്. സെയിൽസ് അക്കൗണ്ട് ഡയറക്റ്റ് ഇൻകം എന്ന ഗ്രൂപ്പിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ദെൻ സബ് ഗ്രൂപ്പില്ല. സെയിൽസ് എന്ന അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സേവ് ചെയ്തു. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ വീണ്ടും നോക്കുക. അടുത്ത ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ രാജേഷ് ആണ്. അപ്പോൾ അവിടെ ഇൻവോൾവ് ആയിട്ടുള്ള 2 അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ടും രാജേഷ് അക്കൗണ്ടുമാണ്. സെയിൽസ് അക്കൗണ്ട് നമ്മൾ ആൾറെഡി ക്രിയേറ്റഡ് ആണ്. വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യാം? മിസ്റ്റർ രാജേഷ് അക്കൗണ്ട് തയ്യാറാക്കുക. രാജേഷ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഡെപ്റ്ററാണ്. രാജേഷിന് കടമായി സാധനങ്ങൾ വിറ്റതാണ്. അപ്പോൾ അത് കറൻറ്റ് അസറ്റ് എന്നുള്ള ഗ്രൂപ്പിലാണ്. അതിന് സബ് ഗ്രൂപ്പ് ഉണ്ട്. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന സബ് ഗ്രൂപ്പിൽ രാജേഷ് അക്കൗണ്ട്
എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ലെഡ്ജർ അക്കൗണ്ടുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്യേണ്ടത് മാസ്റ്റർ എന്ന ടാബിൽ ഗ്രൂപ്പ്, ആദ്യം ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യേണ്ടത്. സബ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യണം. അതിനുശേഷം അക്കൗണ്ട് നെയിം കൊടുക്കുക, സേവ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ട്രാൻസാക്ഷൻസ് മുഴുവൻ എൻ്റർ ചെയ്യണം. ഇതിൽ റെക്കോർഡ് ചെയ്യണം. നമ്മളിപ്പോൾ ആവശ്യമായിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് വൗച്ചർ എന്ന് പറയുന്ന ഈ ടാബാണ്. ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ വൗച്ചറുകളും ഇവിടെ ഡിസ്പ്ലേ കാണാം. ഇതിൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷനും എടുത്ത് ഏത് വൗച്ചർ ഉപയോഗിച്ച് ചെയ്യണമെന്ന് ആദ്യം മനസ്സിലാക്കണം, അല്ലേ? ആദ്യത്തെ ട്രാൻസാക്ഷൻ ഏതാണ്? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. 70,000 രൂപ കൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഏത് വൗച്ചറിൽ ചെയ്യണം? ബിസിനസ്സിലേക്ക് ക്യാഷ് വരികയാണ്. ബിസിനസ് ആരംഭിക്കുമ്പോൾ ക്യാഷ് കംസ് ടു ബിസിനസ്, അല്ലേ? അതുകൊണ്ട് നമ്മൾ റെസിപ്റ്റ് വൗച്ചറാണ് ഉപയോഗിക്കേണ്ടത്. ആ വൗച്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വൗച്ചർ നമ്പർ കാണാം. ഡേറ്റ് കൊടുക്കണം. ഏതാ ഡേറ്റ്? 1/6/2016 ആ ബിസിനസ് ആരംഭിക്കുന്നത്. 1/6/2016 കൊടുത്തു. അതിനുശേഷം ഇവിടെ നമുക്ക് അക്കൗണ്ട് നെയിം സെലക്ട് ചെയ്യണം. ഡെബിറ്റ് അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച അക്കൗണ്ടുകൾ, ഈ അക്കൗണ്ട് നെയിം ഡെബിറ്റ് വരാവുന്ന അനുയോജ്യമായ അക്കൗണ്ടുകൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ആയി കാണിക്കും. ഇവിടെ 2 അക്കൗണ്ടാണ് കാണുന്നത്. ഒന്ന് കനറ ബാങ്കും ഒന്ന് ക്യാഷ് അക്കൗണ്ടും. നമ്മുടെ ഈ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഇവിടെ എന്ത് ചെയ്യാം? എമൗണ്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 70,000 ആണ്. ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ക്രെഡിറ്റ് അക്കൗണ്ട് ഏതാണ്? ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മുടെ കുറേ അക്കൗണ്ടുകൾ കാണാണ്ട് നമുക്ക് അനുയോജ്യമായത് സെലക്ട് ചെയ്ത് ക്യാപിറ്റൽ അക്കൗണ്ട് 70,000. നരേഷൻ ആവശ്യമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ട്രാൻസാക്ഷൻ സേവ് ചെയ്തു. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഏതാണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കുക. 3/6/2016 പർച്ചേസ്ഡ് മെഷീനറി ₹10,000. ഇതാണ് അടുത്ത ട്രാൻസാക്ഷൻ. മെഷീനറി ആണ് വാങ്ങിച്ചത്. അപ്പോൾ മെഷീനറി വാങ്ങിക്കുമ്പോൾ നമ്മൾ ഏത് വൗച്ചറിലാണ് എൻ്റർ ചെയ്യേണ്ടത്? ക്യാഷ് കൊടുത്തിട്ടുണ്ട്, അല്ലേ? ക്യാഷിനാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ വൗച്ചർ ഏതാണ്? പേയ്മെൻറ്റ് വൗച്ചറാണ് ഉപയോഗിക്കുക. അത് ക്രെഡിറ്റിനാണ് ഈ ഫിക്സഡ് അസറ്റ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ജേണൽ വൗച്ചറാണ്. ഇവിടെ ക്യാഷ് പേയ്മെൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ പേയ്മെൻറ്റ് വൗച്ചറിലാണ് ഇത് റെക്കോർഡ് ചെയ്യേണ്ടത്. പേയ്മെൻറ്റ് വൗച്ചർ എടുക്കുക, ഡേറ്റ് കൊടുക്കുക. 3/6/2016 ആണ്. അപ്പോൾ നമ്മൾ 3/6/03/06 3/6/2016 മെഷീനറി അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അക്കൗണ്ടുകളുടെ പേര് ഡിസ്പ്ലേ വരും. മെഷീനറി അക്കൗണ്ട് സെലക്ട് ചെയ്യുക. എത്ര രൂപക്കാണ് വാങ്ങിച്ചത്? 10,000 റുപ്പീസിനാണ് വാങ്ങിച്ചത്. ടു ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്, ചെക്കല്ല. ചെക്കാണെങ്കിൽ നമുക്കിവിടെ ബാങ്ക് സെലക്ട് ചെയ്യാം. ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു 10,000 രൂപ. നരേഷൻ ഇവിടെ കൊടുക്കാം. അതിനുശേഷം സേവ് ചെയ്യാം. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ ഏതാണെന്ന് നോക്കണം. അടുത്ത ട്രാൻസാക്ഷൻ ഏതാണ്? 8/6/2016 അല്ലേ? 08/06/2016 പെയ്ഡ് റെൻ്റ് ഓഫ് ബിൽഡിംഗ്. ബിസിനസ് എക്സ്പെൻസ് ആണ് റെൻ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, അല്ലേ? ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഏത് വൗച്ചറിലാണ് ചെയ്യുക? നമ്മൾ പേയ്മെൻറ്റ് വൗച്ചറിലാണ് ചെയ്യേണ്ടത്. ഇവിടെ സെലക്ട് ചെയ്യേണ്ട അക്കൗണ്ട് റെൻ്റ് അക്കൗണ്ടാണ്. എത്ര രൂപയാണ് കൊടുത്തത്? 7,500 റുപ്പീസാണ് കൊടുത്തത് ഡെബിറ്റ് എമൗണ്ട്. ദെൻ ക്രെഡിറ്റ് അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ടാണ്. എത്ര എമൗണ്ട്? 7,500 രൂപ നമ്മൾ എൻ്റർ ചെയ്യുന്നു. ദെൻ നരേഷൻ കൊടുത്ത് ആവശ്യമെങ്കിൽ നരേഷൻ കൊടുക്കുക, സേവ് ചെയ്യുന്നു. അടുത്ത ട്രാൻസാക്ഷൻ 14-ാം തീയതിയാണ്. 14/6/2016 ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു കനറ ബാങ്ക് 20,000. കനറ ബാങ്കിൽ 20,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. നമ്മൾ ഇതിന് ഉപയോഗിക്കേണ്ട വൗച്ചർ കോൺട്ര വൗച്ചറാണ്. കോൺട്ര വൗച്ചർ എന്താണ്? ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക്, ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. പ്രധാനമായിട്ടും ഈ 2 ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനാണ്. ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക, ബാങ്കിൽ നിന്ന് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ക്യാഷ് പിൻവലിക്കാം. ഇത്തരം ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാൻ കോൺട്ര വൗച്ചർ ഉപയോഗിക്കാം. കോൺട്ര വൗച്ചർ ഉപയോഗിച്ച് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കനറ ബാങ്ക് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. എത്ര രൂപയാണ്? 20,000 രൂപയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത്. ടു ക്യാഷ് അക്കൗണ്ട് 20,000. ജസ്റ്റ് എൻ്റർ ചെയ്യുക. ഇവിടെ സേവ് ബട്ടണിൽ സേവ് ചെയ്യുക. ദെൻ 22-ാം തീയതി 22/06/2016
പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഏത് വൗച്ചറിലാണ് നമ്മൾ രേഖപ്പെടുത്തുക? പർച്ചേസ് വൗച്ചറിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ നമ്മൾ നിലവിൽ ഇവിടെ കോൺട്രാ വൗച്ചറിലാണ്. കോൺട്രാ വൗച്ചറിൽ ഇവിടെ ഡെബിറ്റിൽ പർച്ചേസ് വരുമോ നോക്കുക. ഇവിടെ 2 അക്കൗണ്ടുകളെ കാണിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്? കോൺട്രാ വൗച്ചറിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് വൗച്ചർ സെലക്ട് ചെയ്യുക. പർച്ചേസ് വൗച്ചർ സെലക്ട് ചെയ്ത് അതിലെ അടുത്ത വൗച്ചർ നമ്പർ നമ്മൾ ആവശ്യമെങ്കിൽ മാറ്റി കൊടുക്കാം. നമുക്ക് ആക്ച്വൽ ചെയ്യുന്ന സമയത്ത് വൗച്ചർ നമ്പർ മാറ്റി കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് എടുത്ത് പറയാത്തത്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. എത്ര രൂപയുടെ പർച്ചേസാണ് നടത്തിയത്? 8400 രൂപയുടെ പർച്ചേസാണ് നടത്തിയത്. 8400 രൂപ ജസ്റ്റ് എൻ്റർ ചെയ്യുക. ക്യാഷാണ് കൊടുത്തത്. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. 8400 രൂപ സേവ് ചെയ്യുക. 28/6/2016 28/6/2016 സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. എത്ര രൂപയുടെ ഗുഡ്സാണ് വിറ്റത്? 7560 രൂപയുടെ ഗുഡ്സാണ് വിറ്റത്. ഏത് വൗച്ചറിലാണ് ചെയ്യേണ്ടത്? സെയിൽസ് വൗച്ചറിലാണ് ചെയ്യേണ്ടത്. സെയിൽസ് വൗച്ചർ സെലക്ട് ചെയ്യുക. ദെൻ നമ്മൾ വിറ്റത് ക്യാഷിനാണ് വിറ്റത്. ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 7560 ജസ്റ്റ് എൻ്റർ ചെയ്യുക. ടു സെയിൽസ് അക്കൗണ്ട്, ക്രെഡിറ്റ് അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട്. ദെൻ നരേഷൻ ആവശ്യമെങ്കിൽ ഇവിടെ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം? സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ 30/6/2016 സെയിൽസ് തന്നെയാണ്. നമ്മൾ സെയിൽസ് വൗച്ചർ നമ്പർ 2 ആയിട്ട് ചെയ്യാം. സെയിൽസ് വൗച്ചർ നമ്പർ 2 കടത്തിനാണ് വിറ്റത് അല്ലേ? സെയിൽസ് വൗച്ചർ സെലക്ട് ചെയ്തു. നമ്മൾ കടത്തിന് സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് നല്ലല്ലോ ജേണൽ എൻട്രി. ആർക്കാണ് വിറ്റത്? രാജേഷ് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച അക്കൗണ്ടുകൾ മാത്രം ഇവിടെ സെലക്ഷനിൽ നമുക്ക് കാണുള്ളൂ. ഒരു സെയിൽസ് അക്കൗണ്ടിൽ ഇവിടെ 3 തരത്തിലുള്ള അക്കൗണ്ടുകളെ കാണിക്കുള്ളൂ. ഒന്നുകിൽ ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട്, അല്ലെങ്കിൽ ഒരു ഡെപ്റ്ററുടെ അക്കൗണ്ട്. അപ്പോൾ രാജേഷ് അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്തു. എത്ര രൂപയുടെ സാധനങ്ങളാണ് വിറ്റത്? 2800 രൂപയുടെ സാധനങ്ങളാണ് വിറ്റത്. ജസ്റ്റ് എൻ്റർ ചെയ്താൽ അടുത്ത എമൗണ്ട് കോളത്തിലേക്ക്, ഡെബിറ്റ് എമൗണ്ട് കോളത്തിലേക്ക് പോകും. 2800 എൻ്റർ. ക്രെഡിറ്റ് അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട് ജസ്റ്റ് എൻ്റർ ചെയ്യുക 2800. ദെൻ നരേഷൻ എഴുതി സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ മുഴുവൻ ട്രാൻസാക്ഷൻസും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം എന്ത് ചെയ്യാം? നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കാണണം, ബാലൻസ് ഷീറ്റും കാണണം. വളരെ സിമ്പിളാണ്. റിപ്പോർട്ടിൽ പോവുക. ഇവിടെ നമുക്ക് കാണാം ബാലൻസ് ഷീറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്. ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കുകയാണ്. ഇവിടെ വ്യൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ഈ ഒരു സെക്ഷനിൽ ഇവിടെ ഫ്രം 2 കാണാം. 2ൽ നമ്മൾ 30/6 വരെയുള്ള 30/06/2016 വരെയുള്ള നമ്മൾ ചെയ്ത് അത്ര ചെയ്തിട്ടുള്ളൂ. അതുവരെയുള്ളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് വേണ്ടത്. വ്യൂ കൊടുക്കുക, ജസ്റ്റ് എൻ്റർ ചെയ്യുക. നമുക്കിവിടെ എന്ത് ചെയ്യാം? ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിസ്പ്ലേ കാണാം. ഓക്കെ. ദെൻ നമുക്ക് വേണ്ടത് ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ റിപ്പോർട്ടിൽ പോവുക, ബാലൻസ് ഷീറ്റ് എടുക്കുക. വ്യൂ ബാലൻസ് ഷീറ്റിൽ ഇവിടെ 30/6 വരെയുള്ളതാണ് നമ്മൾ ചെയ്തത്. നമുക്ക് ആവശ്യമുള്ള ഡേറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 2 ഡേറ്റ് കൊടുത്തതിന് ശേഷം വ്യൂ കൊടുക്കുക, ബാലൻസ് ഷീറ്റ് കാണാം. ഓക്കെ. ഈ രീതിയിലാണ് നമ്മൾ ജിനു ഖാത്തയിലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് വരിക. ഓക്കെ. ഇത് നമുക്ക് ലിബർ ഓഫീസ് ബേസിലെ ഒരു ക്വസ്റ്റ്യന് കൂടി ഉണ്ടാവും. 6 ക്വസ്റ്റ്യനിൽ 4 എണ്ണം ലിബർ ഓഫീസ് കാൽക്കാണ്, 1 എണ്ണം ജിനു ഖാത്തയാണ്, 1 എണ്ണം ലിബർ ഓഫീസ് ബേസ് ആണ്. ലിബർ ഓഫീസ് ബേസിൽ ഡിസൈൻ വ്യൂവിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ക്രിയേറ്റ് എ ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ യൂസിങ് ലിബർ ഓഫീസ് ബേസ്. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണ്. എംപ്ലോയി ഡാറ്റ വരുന്ന ഒരു ടേബിൾ. എംപ്ലോയി ഐ ഡി ഉണ്ട്, എംപ്ലോയി നെയിം, എംപ്ലോയി സെക്സ്, എംപ്ലോയി ബേസിക് പേ. പേരുണ്ട് സെയ്ദ്, ഷൈൻ, ഷാഹിന, സെയിൻ, ശ്രുതി. അവരുടെ ഡാറ്റയൊക്കെ ഉണ്ട്. ബേസിക് പേ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിൻ്റെ പ്രൊസീജിയറാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സ്റ്റെപ്പ് 1 ഓപ്പൺ ലിബർ ഓഫീസ് ബേസ്. ആപ്ലിക്കേഷൻസിലാണ്, ഓഫീസിലാണ് ലിബർ ഓഫീസ് ബേസ് ഉള്ളത്. ആ ഒരു പാത്ത് സെലക്ട് ചെയ്യുക. ദെൻ സ്റ്റെപ്പ് 2 ശ്രദ്ധിക്കുക. ഇൻ ഡാറ്റാബേസ് വിസാർഡ്. ലിബർ ഓഫീസ് ബേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡാറ്റാബേസ് വിസാർഡാണ് കിട്ടുക. Under step 1, ensure that create new database option is selected and then click finish button. ഒരു ക്രിയേറ്റ് ന്യൂ ഡാറ്റാബേസ് ബട്ടൺ സെലക്ട് ചെയ്ത് ഫിനിഷ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഡയലോഗ് ബോക്സ് കിട്ടും. അതിൽ സ്റ്റെപ്പ് 3 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇൻ സേവ് ഡയലോഗ് ബോക്സ്
Give the name employee table and select a location to save the database and click save button. This will open the created database file. ആ സേവ് ഡയലോഗ് ബോക്സിൽ നമ്മൾ ഈ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ടേബിളിന് ഒരു പേര് കൊടുക്കുക. നമ്മളിവിടെ എംപ്ലോയി ടേബിൾ എന്നതിൻ്റെ ഒരു ചുരുക്കമാണ് പേര് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ലൊക്കേഷൻ നമുക്ക് മാറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക. എന്നിട്ട് സേവ് ബട്ടൺ കൊടുക്കുക. ഫോർത്ത് സ്റ്റെപ്പായിട്ട് ഇൻ ദ ലെഫ്റ്റ് പെയിൻ നമുക്ക് ഓപ്പൺ ചെയ്ത് കിട്ടുന്ന ഡാറ്റാബേസ് ഫയലിൽ ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ എന്ന ടാബിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടേബിൾ ക്രിയേഷൻ ഒരു സ്ക്രീന് കിട്ടും. അതിൽ ഫീൽഡ് നെയിമും ഫീൽഡ് ടൈപ്പും കൊടുക്കുക. ഫീൽഡ് നെയിം എംപ്ലോയി ID ടെക്സ്റ്റാണ്, എംപ്ലോയി നെയിം ടെക്സ്റ്റാണ്, എംപ്ലോയി സെക്സ് ടെക്സ്റ്റാണ്, എംപ്ലോയി ബേസിക് പേ നമ്പറാണ്. അത് കാൽക്കുലേഷൻ ആവശ്യമായി വരുന്ന ഐറ്റമാണ്. നമ്പർ ആയതുകൊണ്ട് നമ്പർ ആണ് കൊടുക്കേണ്ടത്. ദെൻ എംപ്ലോയി IDയെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുക. ദെൻ സേവ് ചെയ്യുക, ആ ടേബിളിനെ സേവ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ആ ടേബിൾ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഡാറ്റാബേസ് വിൻഡോയിൽ വരുമ്പോൾ അവിടെ ടേബിൾസ് കാണും. ആ ടേബിൾസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഡാറ്റ ടേബിളിലേക്ക് എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണിത്. പ്രൊസീജിയർ എഴുതിയെടുത്ത് പഠിക്കുക. അതിനുശേഷം എങ്ങനെ അത് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻസിൽ ഓഫീസിൽ ലിബർ ഓഫീസ് ബേസ് സെലക്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഡാറ്റാബേസ് വിസാർഡ് ഉണ്ട്. ഇവിടെ ക്രിയേറ്റ് എ ന്യൂ ഡാറ്റാബേസ് തന്നെയാണ് ടിക്ക് മാർക്കിലുള്ളത് എന്ന് ഉറപ്പുവരുത്തി നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് സേവ് ആൻഡ് പ്രൊസീഡാണ്. നമുക്ക് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു നെയിം കൊടുക്കാൻ പറയും അല്ലേ. നമുക്കൊരു എംപ്ലോയി ടേബിൾ എന്നൊരു പേരിൽ ഞാൻ അതിനെ സേവ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഡോക്യുമെൻറ്റ്സിലാണ് സേവ് ആവുക. നമുക്ക് ആവശ്യമെങ്കിൽ ഡെസ്ക്ടോപ്പിലോ മറ്റേതെങ്കിലും പൊസിഷനിലേക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഡോക്യുമെൻറ്റ്സിൽ ഇത് സേവ് ചെയ്യാണ്. സേവ് കൊടുത്തു. ഒരു ലിബർ ഓഫീസ് ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കതിൻ്റെ കോമ്പണൻസ് കാണാം. ടേബിൾ, ക്വറീസ്, ഫോംസ്, റിപ്പോർട്ട്സ് അല്ലേ. അതിൽ ടേബിൾസ് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ടേബിൾ തയ്യാറാക്കാനുള്ള ഒരു ഡിസൈൻ വ്യൂ കിട്ടിയിട്ടുണ്ട്. അവിടെ ഓരോ ഫീൽഡ് നെയിം കൊടുക്കുക. ആദ്യത്തെ ഫീൽഡ് ഏതാണ്? എംപ്ലോയി ID. ഇത് ടെക്സ്റ്റാണ് ഓട്ടോമാറ്റിക്കായി വന്നുള്ളത്. നമുക്ക് മാറ്റണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് മാറ്റാം. എംപ്ലോയി IDക്ക് ടെക്സ്റ്റ് തന്നെ കൊടുക്കുക. ദെൻ എംപ്ലോയി നെയിം സെലക്ട് ചെയ്യുക. ടെക്സ്റ്റാണ്, ആവശ്യമെങ്കിൽ മാറ്റാവുന്നതേ ഉള്ളൂ. ദെൻ എംപ്ലോയി സെക്സ്, ജെൻഡർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ടേബിളാണ്. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് തന്നെ സെലക്ട് ചെയ്യാം. ദെൻ എംപ്ലോയി ബേസിക് പേ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബേസിക് പേ ഇത് ടെക്സ്റ്റ് അല്ല, മാറ്റി കൊടുക്കണം. നമ്പർ ഓർ ന്യൂമറിക് എന്ന ഫീൽഡ് ടൈപ്പാക്കി മാറ്റി കൊടുക്കണം. അപ്പോൾ ഓരോ ഫീൽഡിനും നമ്മൾ അതിൻ്റെ ഫീൽഡ് ടൈപ്പ് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്കിതിൽ ഒരു ഐറ്റം, ഒരു നെയിം എന്ത് ചെയ്യണം, ഒരു ഫീൽഡ് എന്ത് ചെയ്യണം, പ്രൈമറി കീ ആയി സെറ്റ് ചെയ്യണം. ഒരു യുണീക്ക് ID വേണം. ഓരോ എംപ്ലോയിയുടെയും എംപ്ലോയി IDയെ നമുക്ക് യുണീക്ക് കീ ആയിട്ട് അഥവാ പ്രൈമറി കീ ആയി സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഏതാണോ നമ്മൾ പ്രൈമറി കീ ആവുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രൈമറി കീ എന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രൈമറി കീ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഒരു കീ സിമ്പിൾ കാണാം. അതിന് ശേഷം നമുക്കിത് സേവ് ചെയ്യണം. ഇത് ഓട്ടോമാറ്റിക്കായി നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളോട് സേവ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ സേവ് S കൊടുക്കുക. അപ്പോൾ അവിടെ എംപ്ലോയി ടേബിൾ എന്ന് നമ്മൾ ജസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ ഇവിടെ കാണാം. ആ ടേബിളിൽ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം എംപ്ലോയി ID, എംപ്ലോയി നെയിം, എംപ്ലോയി സെക്സ്, എംപ്ലോയി ബേസിക് പേ. ഓരോരുത്തരുടെ കൊടുക്കാം. ആദ്യത്തെ ആളുടെ ID 101, ജസ്റ്റ് നെയിം കൊടുക്കുക, സെയ്ദ്. ദെൻ മെയിലാണ്, ബേസിക് പേ 60,000 എന്ന് കൊടുത്തു. ദെൻ രണ്ടാമത്തെ ആളുടെ എംപ്ലോയി ID 102, നെയിം ഷൈൻ,
male, basic pay 58,000. Then 103 Shahina, female, 48,000 basic pay. Then 103 Zain, male, 36,000. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേബിളിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യാം. ഇതാണ് ക്രിയേഷൻ ഓഫ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ ഇൻ ലിബ്രിയോഫീസ് ബേസ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി ചുരുക്കി വീണ്ടും പറയാം. നമുക്ക് 6 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ എനി 2 സെലക്ട് ചെയ്യുക. ആ 2 എണ്ണത്തിൻ്റെ പ്രൊസീജിയർ എഴുതുക. ആ 2 എണ്ണം സിസ്റ്റത്തിൽ ചെയ്ത് ഔട്ട്പുട്ട് കാണിക്കുക. പ്രൊസീജിയറും ഔട്ട്പുട്ടും ആണ് ഏറ്റവും കൂടിയ സ്കോർ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് പ്രൊസീജിയർ എഴുതാൻ കൃത്യമായി പഠിച്ചു വെക്കുക. നമ്മൾ ഈ മോഡലിൽ കണ്ട അതേപോലെ പ്രൊസീജിയർ കോപ്പി ചെയ്യാന്നല്ല, നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി വെക്കുക. ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ ടീച്ചേഴ്സ് പിന്നെ വലിയ കാര്യമാക്കാൻ സാധ്യതയില്ല ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. അതുകൊണ്ട് നന്നായി പഠിച്ചു പോവുക, നന്നായിട്ട് പ്രാക്ടിക്കലി ചെയ്യുക. ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ചെയ്ത 6 ക്വസ്റ്റ്യൻസ് അതേ മോഡലിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. ഓക്കെ, താങ്ക് യു.